ഹായ്. നമ്മൾ മോർണിംഗ് ഷോ ബാരോസ് കണ്ട് നമ്മുടെ റിവ്യൂ, നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. ഇപ്പോൾ പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്ത്, പക്ഷെ ഞങ്ങൾ പടം കണ്ട് വന്നിട്ട് ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഞാൻ ഡിസ്നി അല്ല, അങ്ങനെയല്ല, നമ്മളെ മൊത്തത്തില് നമ്മൾ പറയാൻ വിട്ടുപോയ കുറെ കാര്യങ്ങൾ. പക്ഷെ ഞാൻ മോണ ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് 2 പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പടം കണ്ടിട്ട് ഈ പടം കാണുന്ന സമയത്ത് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, ആനിമേഷൻ 3D മൂവി, കുട്ടികളുടെ പടം കൂടിയാണ്. പക്ഷെ ഈ പടത്തില് യാതൊരു കണക്ഷൻ, ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഹോളിവുഡ് മൂവീസിൽ എന്തൊരു കണക്ഷൻ കിട്ടാറുണ്ട്, യാതൊരു കണക്ഷൻ കിട്ടിയിട്ടില്ല. നിനക്ക് എന്താ പറയാള്? അല്ല, അത് ശരിയാ. കാരണം ശരി, നമ്മള് ഡിസ്നിയുടെ മൂവീസ് കണ്ടുപോയി, അലാവുദ്ദീൻ, അതുപോലെ നമ്മൾ ഇതുപോലത്തെ ഭൂതം കൺസെപ്റ്റ് കുറേ കാർട്ടൂണായിട്ടും അല്ലാതെയും വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അങ്ങനത്തെ ഒരു പടങ്ങളിലെ ഒരു റെഫറൻസ് പോലും ഈ ഒരു സിനിമയിൽ എടുത്തിട്ടില്ല എന്ന് പറയണതാണ് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ എന്ന സംവിധായകന്റെ വിജയം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അതാണ് ഈ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. അതെ, നമ്മളൊരു ആളും കൂടി ലൈനിലുണ്ട്. അപ്പോ നമുക്ക് ആളുടെ എക്സ്പീരിയൻസ് നോക്കാം. ശ്യാമേ, ഞങ്ങള് രാവിലെ ബാരോസ് കണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. എവിടുന്ന കണ്ടേ തിയേറ്ററാ? നിങ്ങൾ തൃശ്ശൂർ? ഹരിപ്പാട് ആശീർവാദ്. ആള് ആലപ്പുഴക്കാരനാണ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. പക്ഷെ നമുക്ക് കുറെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഇങ്ങനെ കിട്ടിയ സമയത്ത് നമ്മള് ഇൻഡസ്ട്രി, ഈ മലയാള ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ പടങ്ങളെ കാണുമ്പോൾ ശരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. നമ്മളെ നിലവാരം വെച്ചിട്ടാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പടങ്ങൾ വെച്ചിട്ടാണ് പിന്നീട് മലയാള സിനിമയുടെ പടങ്ങളുടെ നല്ല നല്ല സിനിമകൾ നമ്മളാണ് വിലയിരുത്തേണ്ടത്. തീർച്ചയായും അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവരത് അപ്ഡേറ്റഡ് ആയിട്ട് അവർ പുതിയ പുതിയ അടിപൊളി മെത്തേഡുകൾ, നല്ല നല്ല തീമുകൾ കൊണ്ടുവരും. അത് വലിയ പോയിന്റ്. സ്പൈഡർമാൻ, ബാറ്റ്മാനോ അങ്ങനത്തെ പടങ്ങൾ മാർവൽ ഒരു സീരീസ് ഇറക്കി കഴിഞ്ഞാൽ അവരതിനെ വാല് പോലെ 1, 2, 3 എന്ന് പറഞ്ഞ് സീരീസ് ആയിട്ട് ഇറക്കും. കാരണം അത് അക്സെപ്റ്റൻസ് ആണ്, അത് ജനങ്ങൾക്കിടയിൽ. അത് കുട്ടികൾ മാത്രമല്ല, ഞാൻ 20 വർഷം, നമ്മളെല്ലാവരും 20 വർഷം 10 വർഷം മുമ്പ് കണ്ട സാധനം ഇപ്പോഴും റിലീസ് ഉണ്ട്, പുതിയ പുതിയ വേർഷൻസ്. നമ്മളിപ്പോ സ്പൈഡർമാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ആദ്യത്തെ സ്പൈഡർമാൻ കഴിഞ്ഞു, പിന്നെ അമേസിംഗ് കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോം കമ്മിങ് കഴിഞ്ഞു, അതിന്റെ മൾട്ടിവേഴ്സ്. അത് എന്തോരാ ശരിയാട്ടോ. അനിമേഷനിൽ ഇറക്കി, ലൈവിൽ ഇറക്കി, VFX ഇറക്കി. അത് നമുക്കിപ്പോ ഒരു ചുവടുവെപ്പ് പോലെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. തീർച്ചയായും അത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടൻ ഡയറക്ട് ചെയ്യുമ്പോ സത്യം. പിന്നെ ബ്രഹ്മയുഗം നമ്മൾ എങ്ങനെയാണോ അക്സെപ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. തീർച്ചയായും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന സമയത്ത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് 3 പേരെ വെച്ചിട്ട് അവര് 4 പേരെ വെച്ചിട്ട് ചെയ്ത ഒരു പടമാണ്. ശകലം പോലും ലാഗ് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇല്ല. പടം തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കറക്റ്റ് അഡ്ജസ്റ്റബിൾ ആയി. ആ മൂവി അങ്ങനെ കണ്ട മൂവി നമ്മൾ അഡ്ജസ്റ്റബിൾ ആയി. നമുക്ക് ആസ്പെക്ട് റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ഗഗനചാരി നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു. അതെ. ഗഗനചാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവി ആട്ടാ. അതുപോലെ ലാലേട്ടൻ കൊണ്ടുവന്ന എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണിത്. അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നല്ലതാണെങ്കിൽ നല്ലതാണ്. അതെ, കണ്ടിട്ട് സംസാരിക്കുന്നത്, വെറുതെ കാണാതെ സംസാരിക്കല്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് ഈ സ്റ്റാർസ്, മമ്മൂക്ക, മോഹൻലാൽ പോലത്തെ സ്റ്റാറുകൾ ഇങ്ങനത്തെ അപ്ഡേറ്റ് കൊണ്ടുവരുന്ന സമയത്ത് അംഗീകരിക്കാൻ കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. വിത്തൗട്ട് എനി റെഫറൻസ്, ഒരു കോപ്പി ഇല്ല സാധനത്തിനകത്ത്. അതാണ് ഞാൻ ശ്രേയസ് ശ്യാമ ഞങ്ങള് റിവ്യൂ പറയുന്ന സമയത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ നമ്മള് മറ്റു പടങ്ങളെ ഇപ്പൊ BGM പോലും ഒരു കോപ്പി കിട്ടില്ല. BGM പോലും ഒരു കോപ്പി കിട്ടില്ല. അങ്ങനെ ആ രീതിയിൽ ഈ പടം മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രി അഭിമാനം തന്നെയാണ്. കാരണം ആ മനുഷ്യന്റെ ഒരു എഫേർട്ട്. കാരണം പിന്നെ കുട്ടികളായിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ അഭിനയിക്കുക ഈ ഒരു ഏജുള്ള ആളുകള് അല്ലേ? ശരിക്കും ഇത് ഈ ഒരു ലെവലിൽ വന്ന് ഇപ്പൊ കൽക്കി, മഹാഭാരതം എന്നൊക്കെ പറഞ്ഞ് നോർത്ത് ഇന്ത്യൻസ് പടം ഇറക്കുമ്പോൾ 1000 കോടി 800 കോടി എന്നൊക്കെ പറഞ്ഞ് കളക്ഷൻ കാണിക്കുന്നത്, അതേ ലെവലിൽ നമ്മൾ ആഘോഷിക്കേണ്ട ഒരു സിനിമയാണ് ഇത്. കേരളത്തിൽ നിന്ന് ഇത് ഇറക്കുക എന്ന് പറയുന്നത് സന്തോഷം. പക്ഷെ ഇതില് നമുക്ക് ശരിക്കും നിങ്ങൾ ഈ പടം, നല്ല പടം, ഇങ്ങനത്തെ പടങ്ങൾ അറ്റംപ്റ്റ് വരുന്ന സമയത്ത് എല്ലാ മലയാളികള് സപ്പോർട്ട് ചെയ്താലാണ് ഈ പടം മറ്റുള്ള ഭാഷക്കാർ ചിലപ്പോൾ അംഗീകരിച്ചു കൂടായില്ല. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് എന്തൊരു മൈൻഡ് ബ്ലോക്ക് ഉണ്ട്, ഈ ഫാനിസം. നമുക്ക് ശ്യാമ, എനിക്ക് ബ്രഹ്മയുഗം ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. ഞാൻ പോസിറ്റീവ് റിവ്യൂ ചെയ്ത ആളാണ്. ഞാൻ കട്ട മോഹൻലാൽ ഫാനും കൂടിയാണ്. പക്ഷെ ഞാൻ മോഹൻലാൽ അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ആളാണ്. പക്ഷെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഞാൻ മോഹൻലാൽ ഫാൻ കൂടാതെ ഒരു സിനിമാ പ്രേമിയും കൂടെയാണ്. അതാണ് വ്യത്യാസം. നമ്മളെല്ലാവരും സിനിമയും കൂടെ സ്നേഹിക്കണം. സിനിമ ഉണ്ടെങ്കിൽ ലാലേട്ടനും ഉള്ളൂ, മമ്മൂക്കയുള്ളൂ, എല്ലാവരും ഉള്ളൂ.
ഇപ്പൊ ഇന്നലെ വന്ന മാർക്കോ ആയാലും ഇതൊക്കെ സിനിമയുടെ ഒരു ഭാഗമാണല്ലോ, ഒരു ബെഞ്ച് മാർക്ക്. അതാണ് മാർക്കോ. വയലൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നേരത്തെ മലയാളികൾ വയലൻസ് കാണുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് തോന്നുന്നത് ഇപ്പൊ KGF അങ്ങനെയൊക്കെയുള്ള സലാർ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമ്മളും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആഷിഖ് പടം റൈഫിൾ ക്ലബ്ബ് അതിൽ പടം കണ്ടിരുന്നു ശ്യാമ്? ഇല്ല, റൈഫിൾ ക്ലബ്ബ് കണ്ടില്ല. അതൊരു ഡിഫറെന്റ് ആയിട്ട് എടുത്ത് വെച്ചേക്കണം, ഒരു രസമായിട്ട് എടുത്ത് വെച്ചേക്കണം. ഞാനിപ്പോ ഇന്നലെ ഇടിയും കണ്ടു. ഇടി എന്ന് വെച്ച് കഴിഞ്ഞൊരു വലിയൊരു സബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഈ ക്രിസ്മസിന് ഇറങ്ങിയ 4 പടവും 4 മൂഡാണ്. അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ പാർട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ലോക നിലവാരത്തിലേക്ക് വരാമെന്നൊരു പടമായിട്ട് ബാരോസ് മാറട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യണം ശരിക്കും അല്ല ഇൻഡസ്ട്രീനെ. തീർച്ചയായും ഒരു ഗ്രേറ്റ് എഫേർട്ട് എടുത്തുള്ളത്. ഒരു മിനിറ്റ്, എൻ്റെ ഫോണൊന്ന് കട്ടായി പോയി. നോ പ്രോബ്ലം. വേറെ കോള് കയറി വന്നതാണ്. ഇതൊരു ഗ്രേറ്റ് എഫേർട്ട് തന്നെയല്ലേ, യാതൊരു സംശയമില്ല. എന്തായാലും ശ്യാമ് ജോയിൻ ചെയ്തതിൽ സന്തോഷം കേട്ടോ. കേട്ടില്ലടാ, ലാസ്റ്റ് പറഞ്ഞ കേട്ടില്ല. നമ്മള് വീഡിയോ കട്ട് ചെയ്തോണ്ടൊന്നുമില്ല, നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ച് ഒപ്പീനിയൻ ചോദിച്ചാണ്. അപ്പൊ വീഡിയോ കട്ട് നേരത്തെ നീ പറഞ്ഞ കേട്ടില്ല. ഞാൻ പറഞ്ഞ ഈ ടാങ്കിൾഡ് അല്ലെങ്കിൽ ഐസേജ് മോനയുടെ ഇപ്പം അനിമേഷൻ വെച്ചിട്ട് അവര് ലൈവ് നമ്മുടെ WWE റോക്കിനെ വെച്ചിട്ട് ഡോയിൻ ജെയിൻസിനെ വെച്ചിട്ട് പുതിയ പടം അവരിറക്കാൻ പോകുന്നു. സ്പൈഡർമാനിലെ ഹീറോയിൻ സെൻഡയെ വെച്ചിട്ട് അവര് പുതിയ ലൈവായിട്ട് എടുക്കാൻ പോകും. അവര് ഇങ്ങനെ 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 ഘട്ടം ഘട്ടമായിട്ട് മാറി 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 അത് വെച്ച് ശരിക്കും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് മാറ്റിയല്ല, 30-നും 40-നും ഒക്കെ മുകളിൽ പ്രായമുള്ള ആൾക്കാർ തന്നെയാണ് ഇത് കണ്ടു ഫാനായി. ഫാൻസ് ആണ്. കാരണം 10 വർഷം മുമ്പ് ചെയ്തു വെച്ചത് അല്ലെ 20 വർഷം മുമ്പ് ചെയ്തു വെച്ചത്. അല്ല, ശ്യാം ഇത് പറഞ്ഞപ്പോഴേ നാളെ മായാവി പടം ചെയ്യാണ്. അത് നമ്മള് കുട്ടൂസിനും ഡാഗിനും ഒക്കെ നമ്മൾ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോവില്ലേ? ശ്യാമറോ ഒരു കാര്യം പറഞ്ഞതില് കറക്റ്റ് ആയിട്ടാ. നമ്മള് ലയൺ കിങ് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഇമോഷണലി നമ്മളെല്ലാരും കണക്ട് ആയിട്ടുള്ള സാധനം. ലയൺ കിങ് ആദ്യം കാർട്ടൂണിൽ ഇറങ്ങി, ഇപ്പൊ അത് ലൈവായിട്ട് വന്നില്ലേ, ശരിക്കും പോയിന്റ് അത് നമ്മളെല്ലാരും നാളെ പോ മായാവി, ഡിങ്കൻ, കുട്ടൂസൻ, ഡാഗിനി നമ്മളെന്തായാലും ഇപ്പൊ. കാരണം നമ്മള് ചെറുപ്പം മുതലേ സാധനം മായാവി ഇതൊക്കെ വായിച്ചിട്ട് ഇപ്പൊ നമ്മുടെ പിള്ളേര് വായിക്കുന്നു. അതെ, നമുക്ക് ഓരോ ആഴ്ചയിലും പതിപ്പിറക്കാം. അവർക്ക് ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ കഥകളാ, കോപ്പിയില്ല. അത് നമ്മള് കാണും പോയിട്ട്. അത് നല്ല കാസ്റ്റിംഗ് ആണ്, നല്ല മേക്കിംഗ് ആണെങ്കിൽ അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ ലാലേട്ടൻ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും എന്താണ് വേണ്ടത് അതാണ് പുള്ളി. ഇപ്പം കുട്ടികൾ മാത്രമല്ല, വീട്ടിലുള്ള അമ്മമാരെയും. കാരണം 3D എക്സ്പീരിയൻസ് അവരൊക്കെ മൈഡിയർ പൊട്ടിച്ചാത്തനൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലോ നമുക്ക് അറിയത്തില്ല 3D വന്ന സമയത്ത്. അല്ലെ ARM ഇപ്പം 3D അത്ര അല്ല, ARM ഒക്കെ വന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2D 3D കൺവെർട്ട് ചെയ്തുള്ളതല്ലേ. പക്ഷെ അതാ പറഞ്ഞ. അപ്പൊ ഈ വീട്ടിലുള്ള അമ്മമാരെയും കൂടെ ഒന്ന് കൊണ്ട് കാണിക്കാൻ, അല്ലെ അച്ഛന്മാരെയും കൂടെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു സംഭവം. തീർച്ചയായും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഈവനിങ് വിത്ത് ഫാമിലി. നമ്മള് അത് എക്സ്പീരിയൻസ് ലൈഫ് ഇങ്ങനെ നമുക്കൊരു ഒരു വട്ടം കിട്ടുന്നതാണ്. വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന മൊമെന്റ്സുകളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം. തീർച്ചയായും ഇറക്കി തന്നത് ഭയങ്കര വിഷ്വൽ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, സൗണ്ട്സ് അതിന്റെ അപ്പുറം ക്ലാരിറ്റി. പുള്ളി അതിനകത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല ഈ സാധനത്തിൽ. ക്ലാരിറ്റി ഒന്നും ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല, വേറെ ലെവലാണ്. എന്തായാലും താങ്ക് യു ശ്യാമേ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഒന്നും കൂടെ പോയാലോ എന്ന്. ഞാൻ ഫാമിലി ആയിട്ട് പോകണം. നമുക്ക് ഒരുമിച്ച് കാണാൻ ഫാമിലിക്ക് ആയിട്ട് നമുക്കൊരു അടുത്തൊരു ക്രിസ്മസിനൊക്കെ ഇങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ ഇനി അടുത്തൊരു സീരിയസ്ലി വരികയാണെങ്കിൽ ഒരുമിച്ച് കാണാലോ. അപ്പോ താങ്ക്സ് ഫോർ ജോയിനിങ് ശ്യാം. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഓക്കെ, അപ്പൊ അടുത്തൊരു നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. അപ്പൊ ആള് ഇതിന്റെ മെയിൻ ലവറും കൂടിയാണ്. ആള് നല്ല ഫിലിം അപ്ഡേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മളൊരു കോൾ എടുത്തത്. അപ്പോൾ ആളെ അഭിപ്രായം കൂടി കിട്ടി. അപ്പൊ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരെയും കൂടി ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ താങ്ക്സ് ഓൾ. നിങ്ങൾ കണ്ട് പഠിക്കുക, നമ്മുടെ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുക. ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ചിട്ട് ഇങ്ങനത്തെ അപ്ഡേറ്റുകളൊക്കെ സ്വീകരിക്കുക. നമ്മുടെ മലയാള ഇൻഡസ്ട്രി വേറെ ലെവലിൽ എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ മുകേഷ്. ബൈ.